അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് പ്രസവശേഷമുള്ള വയറിനെ പറ്റിയിട്ടാണ് കേട്ടോ. പ്രസവശേഷമുള്ള വയറ് എങ്ങനെയാണ് കുറക്കാൻ പറ്റുക എന്നുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വിത്തൗട്ട് നോ എക്സസൈസ് നോ ഡയറ്റ് എന്നൊക്കെ ഞാൻ തമ്മിൽ കൊടുത്തത് സത്യമാണ് കേട്ടോ. ഞാനിത് എന്നോട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ വയറെങ്ങനെയാണ് കുറച്ചത്, നിനക്കധികം വയറില്ലല്ലോ, എങ്ങനെയാണിത് കുറച്ചത്, എക്സസൈസ് ചെയ്യലുണ്ടോ, ഡയറ്റ് ചെയ്യലുണ്ടോ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ അഥവാ എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഫെബിന. നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രസവശേഷമുള്ള വയറെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അതുപോലെ വേദനകളുടെയും ഒക്കെ ഒരു പാരിതോഷികമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഐറ്റമാണെന്ന് തന്നെ പറയാറേ. അപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമുക്കൊരു ബേബീനെ ജന്മം നൽകിയതിൽ നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ്. അത് നമുക്ക് നമ്മൾ വിചാരിച്ചാൽ കുറക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് നിങ്ങൾ കട്ട എക്സസൈസ് ചെയ്തിട്ടോ ഡയറ്റ് ചെയ്തിട്ട് വിഷമിക്കുക ഒന്നും വേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ഇതിലാണ് എനിക്ക് എന്താ പറയുക, ഞാൻ ഒരു എക്സസൈസോ ഒരു ഡയറ്റോ ചെയ്തിട്ടല്ല ഞാൻ എൻ്റെ വെയിറ്റും അതുപോലെ എൻ്റെ വയറും കുറച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭക്ഷണം ഒരിക്കലും ഞാൻ കുറക്കണം എന്ന് പറയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിൽക്കണവർക്ക് അവരുടെ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ എന്താ പറയുക, അവരുടെ പ്രോട്ടീനും കാൽഷ്യം ഒക്കെ ചെല്ലണമെങ്കിൽ നമ്മൾ അമ്മമാർ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കണം. അതിനർത്ഥം നമ്മൾ കൂടുതലായിട്ട് വേണ്ടാത്ത ഫുഡ് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്. വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ജ്യൂസ്, സലാഡ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, ന്യൂട്രീഷനായിട്ടുള്ളത്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക തന്നെ വേണം കേട്ടോ. കാരണം ഒരിക്കലും ഭക്ഷണം കട്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം അത് നമുക്കും ഭാവിയിൽ അത് ദോഷം ചെയ്യും, അതുപോലെ നമ്മളെ ബേബിക്കും അത് ദോഷം ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആ വക കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോണില്ല. ഞാൻ ഈ ഒരു ടിപ്പ് മാത്രം പറയാം. ഈ ഒരു ടിപ്പ് നമുക്ക് ഇപ്പം ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി വയർ കുറയാത്തവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ പറഞ്ഞവരൊക്കെ ഇപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വയറ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാറേ. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മളുടെ നമ്മളെ വയറിനുള്ളിൽ കുറേ മസിൽസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ആ ഒരു മസിൽസിനെ പറ്റി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് നിങ്ങൾക്കും കൺഫ്യൂഷനാവും, പറയണേ എനിക്കും കൺഫ്യൂഷനാവും. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മുടെ വയറിനുള്ളിൽ ഇതുപോലെ 2 മസിൽസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ഒരു മസിൽ ഇതുപോലെയാണ് ഇരിക്കുക. നമ്മൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം 3 മാസം 4 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ വയറ് ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് വരില്ലേ, ഒരു ബലൂൺ പോലെയാവും. അപ്പോൾ ഈ ഒരു മസിൽസ് ഇതുപോലെ വൈഡായി ഇങ്ങനെ വരും. ഈ ഒരു വൈഡായി വരുന്നത് കൊണ്ടാണ് നമ്മളുടെ വയറ് ബലൂൺ പോലെ വീർത്ത് നമ്മളുടെ കുട്ടി അതിൽ അടിപൊളിയായിട്ട് അവർക്ക് വളരാനും വിശ്രമിക്കാനൊക്കെ കഴിയുന്നത് നമ്മളുടെ ഒരു മസിൽ വികസിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അത് ഇല്ലെങ്കിൽ നമ്മളുടെ ബേബി വളരൂല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ബേബിക്ക് വളർച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു മസിൽസ് ഇത് വികസിക്കണോടൊരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. കാരണം നമുക്ക് നമ്മളുടെ ബേബിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ എപ്പോഴാണ് നമുക്ക് ഈ ഒരു മസിൽസിനോട് നമുക്ക് ദേഷ്യം വരിക എന്ന് വെച്ചാൽ, നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു മസിലിനോട് ദേഷ്യം വരുന്നത്, വയറ് ചാടീൻ്റെ പേരിൽ. അപ്പോൾ പൊതുവേ നമ്മളിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യണം, ഡയറ്റ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇത് രണ്ടും നമ്മളെ മനസ്സിൽ വേഗം വരട്ടെ. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഡയറ്റ് ചെയ്യുന്നു, ഭക്ഷണമല്ലാതെ എക്സസൈസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ പഴയതുപോലെ ഒക്കെ മടുത്തൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പഴയതുപോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് എക്സസൈസോ ഡയറ്റോ ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എക്സസൈസോ ഡയറ്റോ ഒന്നും ചെയ്യാതെ തന്നെയാണ് എൻ്റെ വയറ് നോർമലായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. അതിനർത്ഥം എൻ്റെ വയറ് പതിയെ ഒട്ടി നിൽക്കാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. പൊതുവേ നിങ്ങൾക്കറിയാലോ, എനിക്ക് 3 കുട്ടികളാണുള്ളത്. ഫസ്റ്റത്തത് 2ഉം നോർമൽ ഡെലിവറി ആയിരുന്നു, പിന്നെ സിസേറിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസവം നിർത്തിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കണക്കിനെ അപേക്ഷിച്ച് എനിക്ക് വയറ് വളരെ കുറവാണ്. നമുക്ക് തടി ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഒതുങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം കുട്ടികളെ കുട്ടികളെ പറ്റിയിട്ടുള്ള നയിപ്പും
കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോർമലായിട്ടുള്ള ഒരു ലൈഫല്ലല്ലോ നമുക്ക് ആഫ്റ്റർ ഡെലിവറി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളും സ്ട്രെസ്സും ഒക്കെ കൊണ്ടിട്ട് നമ്മൾ ഒരുവിധം തടിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും കുറയാത്ത ഒരാളാണ് നമ്മൾ ഈ ഒരു വയറില്. അത് നമ്മൾ ചിലരിൽ എന്ത് ചെയ്തിട്ടും കുറയുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നേരത്തെ പറഞ്ഞു നമ്മളുടെ മസിൽ ഇതുപോലെ വൈഡായി വരികയാണ് ചെയ്യുക. നമ്മൾ ഓരോ മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഓരോ മാസം കഴിയുന്നവർ നമുക്ക് ഈ ഒരു മസിൽ വൈഡായിട്ടാണ് വരിക. അപ്പോൾ ഈ ചില കേസിൽ ഈ ഒരു പ്രസവം കഴിഞ്ഞ് നമ്മളുടെ 3 മാസത്തെ ആ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലരിൽ ഈ ഒരു മസിൽസ് വീണ്ടും ഇതുപോലെ യോജിക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെയുള്ളവർക്ക് പൊതുവെ നോർമലായിട്ട് നമുക്ക് വയർ കുറയും. ആ ഒരു എന്താ പറയുക ഒട്ടിയ പോലെ നിൽക്കുന്നല്ല, ഒരു കുറഞ്ഞ നല്ലൊരു കുറവ് നമുക്ക് വയറിൽ ഫീൽ ചെയ്യും. ഇനി ചിലരുടെ കേസിൽ ഈ ഒരു മസിൽസ് ഈ ഒരു വൈഡായി നിൽക്കുന്ന ഈ ഒരു മസിൽ ഇത്രയൊക്കെ കുറയുന്നുണ്ടാവുള്ളൂ. ബാക്കി ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇട ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോഴാണ് നമുക്ക് അടിവയറൊക്കെ ഇങ്ങനെ ചാടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് വയറ് അല്ല കേട്ടോ, അതിന് വേറെ പേരൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക ഒരു മാംസം ഇങ്ങനെ ലൂസായിട്ട് തൂങ്ങി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണല്ലേ അത്. ഇതുകൊണ്ടാണ് ചിലരിൽ വയറ് കുറയാതെ നിൽക്കുന്നത് കേട്ടോ. ഒരാൾ ഇപ്പോൾ നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വേറൊരാൾ നമ്മളെ കാണുകയാണ്. അപ്പോൾ നമ്മളോട് പറയാണ്, ഓ എന്തൊരു വയറ്, എന്തുമാതിരി തടി കൂടി, നിങ്ങൾക്ക് വയറ് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു കോലമല്ലല്ലോ, അങ്ങനെയൊക്കെ പറയണമല്ലോ. തിരിച്ച് പറയാൻ പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ചിലരെങ്കിലും കൂടുതൽ ഡിപ്രസ്സിലേക്ക് പോകുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും. പറയാൻ കാരണം ഇടയ്ക്ക് അറിയണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ പറയാതിരിക്കുക. അങ്ങനെ പറയണത് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വാ തുറന്ന് അവരോട് മറുപടി പറയാന്നുള്ളതാണ്. ഇതുള്ളതാണ്, ഞാൻ ഒരു പ്രസവം കഴിഞ്ഞതല്ലേ, അതെനിക്കുണ്ടാവും, നോർമലാണെന്ന് വാ തുറന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മളുടെ പകുതി നമ്മൾ 50% നമ്മൾ ചെയ്ത് വെച്ചു. മൈൻഡ് ചെയ്യേണ്ട, അവരെ വഴിക്ക് പോവുക, നമുക്കൊരു ചെവിയിൽ കൂടെ ഇട്ടിട്ട് ഒരു ചെവിയിൽ വിടുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പറയണവർക്ക് എന്തും പറയാം. നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു വിഷയമില്ല, ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. വേറെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വയറ് കുറച്ച് കാണിക്കണം എന്നൊന്നുള്ളൊരു ഡിസിഷന് നമ്മൾ ജീവിതത്തിൽ എടുക്കാതിരിക്കട്ടോ. നമ്മൾ അതിൽ കംഫർട്ടാണോ എങ്കിൽ നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സെക്കൻഡായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്താ പറയുക ഫിലിം സ്റ്റാർസിനെയോ അല്ലെങ്കിൽ മോഡലിസ്റ്റുകളെ അനുകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം അവർക്കൊക്കെ പല കാര്യങ്ങൾ പലതും സഹിച്ചിട്ടും അതുപോലെ വർക്കൗട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്തിട്ട് പല ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് അവർ ആ ഒരു ബോഡി ടെക്സ്ചറിൽ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ വെച്ചാൽ എന്തൊരു അടിപൊളി എന്താ പറയുക നല്ല ഷേപ്പുള്ള ശരീരൻ്റെ എത്രയും പ്രായമായിട്ടും അവരെത്ര യങ്ങായിട്ടാണ് നിൽക്കണത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. മനുഷ്യരല്ലേ, തോന്നാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അത് 1-2 ദിവസം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡയറ്റ്, എക്സസൈസ്, ട്രീറ്റ്മെൻറ്റ്സ് ഇതൊക്കെ കൊണ്ടിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു ജോലി സംബന്ധമായിട്ട് അവർക്ക് ആവശ്യമാണ്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അവരാ ജോലിയെ ബാധിക്കും. അതുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാർ അത് ഒരിക്കലും അതിനെ ആലോചിച്ചിട്ട് അതിനെ അനുകരിക്കാതിരിക്കട്ടെ. അതേപോലെ നമുക്ക് ആവണമെന്ന് വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇട്ടിട്ട് മാച്ചില്ല, കാരണം എൻ്റെ വയറ് ചാടിയിട്ടാണ് എനിക്ക് മാച്ചില്ലാത്തത്, കുറച്ച് എനിക്ക് വയറ് കുറക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എനിക്ക് ഇടണമെങ്കിൽ വയറ് കുറഞ്ഞിരിക്കണം, അപ്പോൾ എനിക്ക് വയറ് കുറച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ആ ഒരു ടൈമാണ് നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു വയറ് കുറയ്ക്കുന്നതിൽ ആലോചിക്കേണ്ട ഒരു ടൈം അതാണ് കേട്ടോ. അല്ലാതെ വേറെ എല്ലാവരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിനെ കണ്ടിട്ടോ മോഡലുകളെ കണ്ടിട്ടോ അല്ല നിങ്ങളിത് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കിത് സ്വയം തോന്നുന്ന ടൈമിലാണ് കേട്ടോ നിങ്ങളിത് തുടങ്ങേണ്ടത്. ഈ ഒരു ഞാൻ ഈ പറയുന്ന ഒരു സംഭവം നിങ്ങൾ തുടങ്ങേണ്ടത്. അതാണ് എനിക്ക് മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ചെയ്ത് നമുക്ക് നമുക്ക് വയറ് കുറക്കണം എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഫുള്ളായിട്ട് ഇൻവോൾവ്ഡ് ഫുള്ളായിട്ട് അതിലേക്ക് കണ്ട് എന്താ പറയുക മനസ്സിനെ പറഞ്ഞ് കൊണ്ടുപോവുക. അല്ലെങ്കിൽ അല്ലാതെ 2 ദിവസം ചെയ്തിട്ട് 3-ാം ദിവസം ഞാൻ ചെയ്യൂല എന്ന് വെച്ചിരുന്നാൽ ആ വയറ് അതുപോലെ തന്നെ ഉണ്ടാവും. അത് എവിടേക്കും പോവില്ല, അതിനെവിടേക്കും പോകാനും കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിചാരം വേണം, ഇന്ന ടൈമിൽ ഇത്ര ദിവസം ആകുമ്പോഴത്തേന് ഞാൻ വയറ് കുറക്കും എന്നുള്ള ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസം അതുപോലെ തന്നെ അതിന് ചെയ്യാൻ ഉള്ളൊരു
എന്താ പറയുക ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ശരിയാവുള്ളൂ, എന്താ പറയുക പോസിബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറേ നേരം ബ്ലാ അടിച്ച് നിൽക്കേണ്ട സമയം കളയാണ്ട തന്നെ വീഡിയോയിലേക്ക് ആ ഒരു ടിപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിന് എന്താ പറയുക നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന് എക്സസൈസ് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹോൾഡിങ് ആണ്, നമ്മളുടെ വയറിനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേട്ടോ, ഇതുപോലെ ഒരു ടാപ്പ് എടുത്തതിന് ശേഷം നമ്മളുടെ വയറൊന്ന് അളവെടുക്കുക. നമുക്കിങ്ങനെ വയറ് പിടിക്കുമ്പോൾ നമുക്കൊരു 35 നമുക്ക് ആൻസർ കിട്ടി, നമുക്ക് ചുറ്റളവ് 35 കിട്ടിയെങ്കിൽ ഈ ഒരു 35 നിന്ന് ഒരു മാസം ആകുമ്പോഴത്തിന് നിങ്ങൾക്ക് ഈ ഒരു 35 നിന്ന് ഒരു 32 ഇഞ്ച് വരെ കുറക്കാമെന്ന് ഞാൻ വാക്ക് തരികയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇത് എക്സസൈസും കാര്യങ്ങളും ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതൊരു ടാപ്പ് എടുത്ത് നമുക്ക് വയറ് കുറയുണ്ടോയെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് ചെയ്യുന്നത്. പിന്നെ ഹോൾഡിംഗ് ആണ് ഞാൻ ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ വയറ് ഹോൾഡ് ചെയ്തിട്ട് പിടിക്കുക. ഹോൾഡ് ചെയ്യുമ്പോൾ മീൻസ് ഇൻഹെയിൽ അല്ല കേട്ടോ, നമ്മൾ ശ്വാസം പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വയറ് പിടിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനും ശ്വാസം എടുക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ, ആ ഒരു രീതി. എന്നിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ് വെച്ചിട്ട് വീണ്ടും അളക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അളന്ന് വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഈ 35 കിട്ടിയത് നമുക്ക് അളന്ന് വരുമ്പോൾ ഒരു 33 നമുക്ക് എത്രത്തോളം നമുക്ക് വയറ് ഉള്ളിലേക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ അപ്പം നമുക്ക് കിട്ടുന്ന അളവ് എത്രയാണ് ആ ഒരു അളവായിരിക്കും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കുറയട്ടോ. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു മാക്സിമം നമുക്കൊരു 3 ഇഞ്ച് 4 ഇഞ്ച് ഹോൾഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഇന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറേ നേരം അങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ, കുറച്ച് നേരമേ പറ്റുള്ളൂ. അപ്പോൾ അതപ്പം തന്നെ വിടുക, അത് നോർമലാണ്. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഈവൻ ഞാൻ കുറേ കാലമായിട്ട് ചെയ്തു പോരുന്നതാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോഴും എൻ്റെ വയറ് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊരു ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറും. നിങ്ങൾ കൂടുതൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ വലിച്ചു പിടിക്കരുത്. നമുക്ക് പൊതുവെ നോർമലായിട്ട് നമ്മൾ ഒന്നിങ്ങോട്ട് വലിച്ചു പിടിക്കുക. അപ്പം കിട്ടുന്ന അളവ് നമുക്ക് ഒരു മാസം കൊണ്ട് നമുക്കത് കുറക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മളുടെ പുക്കിളിൻ്റെ ഭാഗമാണ് നമുക്ക് ഉള്ളിലേക്ക് വരേണ്ടത് കേട്ടോ. നമ്മൾ പുക്കിൾ എത്രത്തോളം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയും, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്രത്തോളം ഉള്ളിലേക്ക് പോകാൻ കഴിയും അത്രത്തോളം ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. 2-3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 4ാമത്തെ ദിവസം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ ആവുന്നുള്ളതാണ് കേട്ടോ. നമുക്കൊരു ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഡയറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടതിന് എക്സസൈസിനായിട്ട് കുറച്ച് സമയം പോവുകയോ അല്ലാതെ ഇത് ചെയ്യുമ്പോൾ വിയർക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും കേട്ടോ. ഞാൻ ചെയ്തത് ഇത് മാത്രമാണ്. ഇതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് എനിക്ക് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു 1-2 ദിവസം ചെയ്തിട്ട് നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. കുറച്ച് ദിവസമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊതുവേ നമ്മൾ പൊതുവേ അങ്ങനെ തന്നെ ആവും കേട്ടോ. നമ്മളുടെ വയറുള്ളിലേക്ക് പിടിച്ചുകൊണ്ട് തന്നെ ആവും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മസിൽസ് കുറച്ചും കൂടി വൈഡായിട്ട് നിൽക്കണം. എത്ര കാലം കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞവരുടെ മസിലായാലും ഈ നൃത്തം നിൽക്കുന്നത് ഇങ്ങനെ കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ടിപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും റിസൾട്ട് കിട്ടിയ കുറേ കാലമായിട്ട് പ്രസവം നിർത്തിയവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് പ്രസവം നിർത്തിയവർക്ക് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും അവർക്കും നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു തന്ന ആൾക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഞാൻ. ഇതിപ്പോൾ എനിക്കൊരു 6-5 കൊല്ലം മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഫോളോ ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ വയറ് ഇല്ലാതെയാക്കാനും ഈ ഒരു ടിപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് കരുതാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല വിയർക്കുന്നുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.